ഹലോ, അപ്പോൾ നമുക്ക് ഇന്നൊരു വാൾ ഡെക്കർ ഉണ്ടാക്കിയാലോ? ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡും പീസും പിന്നെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയും മതിയേ. ഇന്ന് പിന്നെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പീൻ്റെ കൺമുന്നിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓരോന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യണ്ടേ. ഈ ക്രാഫ്റ്റ് പരിപാടി തുടങ്ങിയ പിന്നെ ഇങ്ങനെയുള്ളത് എന്ത് കണ്ടാലും ഞാൻ വിടാറില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതൊന്ന് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു ചെറിയ കാർഡ്ബോർഡും കഷ്ണം എടുത്തതിന് ശേഷം അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് വെട്ടിയെടുക്കണേ. എന്നിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ആ ചെറിയ കഷ്ണങ്ങളൊക്കെ ഹാർട്ട് ഷേപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇടവിട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ചെറിയ കാർഡ്ബോർഡും പീസുകളൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ കഷ്ണം കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുത്തപ്പോൾ കുറച്ച് പുറത്തേക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ കാപ്പി കളറാണ് അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് കളർ ചെയ്തെടുക്കുക. ഞാൻ ആദ്യം റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തോ പിന്നെ എനിക്ക് വലിയൊരു ഭംഗി തോന്നാത്തതുകൊണ്ട് ഞാനൊരു പിങ്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ കുറേ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിൽവർ റോപ്പിൻ്റെ കാര്യം ഓർത്ത്. അതതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു ഭംഗി തോന്നി. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മുകളിലും താഴെയായിട്ടൊന്ന് ചെറുതായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ അതിൻ്റെ പണി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ആ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മീതെ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം ഇനി ചെമൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് അതിൻ്റെ പുറകിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കറോട് സെറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലവർ അതിൻ്റെ മുന്നിലായിട്ട് ഇട്ട് എന്തെങ്കിലും പിന്നെ മേടിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു ഫ്ലവർ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.